നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPIയുടെ എതിർപ്പ് മറികടന്ന് പിണറായി സർക്കാർ ഒപ്പിട്ട PM ശ്രീ വീണ്ടും നടപ്പാക്കാൻ നീക്കം. PM ശ്രീയുടെ നിയമവശം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം അറിയിച്ചു. LDF സർക്കാരാണ് കരാറിൽ ഒപ്പിട്ടതെന്നും പദ്ധതി സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. നയപരമായി തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട പണമാണ് SSK വിഹിതം. അത് നൽകുന്നതിന് ഉപാധി വയ്ക്കുന്നത് ശരിയല്ല എന്ന് മന്ത്രി പറഞ്ഞു. PM ശ്രീയുടെ ഏജൻസിയായ സമഗ്ര ശിക്ഷ കേരളം ഡയറക്ടർ MS സുപ്രിയയോട് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചിരിക്കെ PM ശ്രീ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. PM ശ്രീയുടെ 1000 കോടി രൂപയിലേറെയാണ് കുടിശ്ശിക. വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ചുള്ള പദ്ധതികൾക്കും ശമ്പളത്തിനുമായി 400 കോടിയിലേറെ രൂപ കേരളം സ്വന്തമായി ചെലവഴിച്ചെങ്കിലും കേന്ദ്രവിഹിതം അനുവദിച്ചില്ല. 2026-27 അധ്യയന വർഷം SSKയ്ക്കുള്ള 440 കോടി രൂപയുടെ കേന്ദ്രവിഹിതം ലഭിക്കണമെങ്കിൽ PM ശ്രീ നടപ്പാക്കണം. ഇതാണ് കേരള സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് പദ്ധതി നടപ്പാക്കുന്നതിൽ തെറ്റില്ല എന്ന നിഗമനത്തിൽ മന്ത്രിസഭ എത്തിയത് എന്ന് വിവരങ്ങൾ. സംസ്ഥാനത്ത് ഭരണമാറ്റം വന്നിരിക്കെ PM ശ്രീ നടപ്പാക്കുന്നതിന് വീണ്ടും കേന്ദ്ര സർക്കാർ സമ്മർദ്ദം തുടങ്ങിയിരിക്കുകയാണ്. പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതോടെയാണ് ഇതിൽ കൂടുതൽ പഠനങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നത്. LDF സർക്കാർ PM ശ്രീ നടപ്പാക്കാനുള്ള കരാർ ഒപ്പിട്ടതിനാൽ സ്കൂളുകൾ തുടങ്ങുന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങാൻ കത്തിൽ കേന്ദ്രം ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. ഇതോടെ പുതിയ സർക്കാർ അധികാരമേറ്റാൽ PM ശ്രീ സ്കൂളിന്റെ കാര്യത്തിൽ നയപരമായ തീരുമാനം വ്യക്തമാക്കേണ്ടി വരും. മന്ത്രിസഭയെ മറികടന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ വർഷം വലിയ വിവാദമായിരുന്നു. പ്രശ്നത്തിൽ CPI ഉടക്കിയതിന് പിന്നാലെ പദ്ധതി മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. സമവായമുണ്ടാക്കാൻ മന്ത്രിതല ഉപസമിതി രൂപവൽക്കരിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മുന്നോട്ട് പോയില്ല. പദ്ധതിയിൽ ഒപ്പിടാതെ മാറി നിൽക്കുന്ന പശ്ചിമ ബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും കേന്ദ്രം കത്തയച്ചിട്ടുണ്ട്. PM ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരുന്നു. ഈ തടസ്സം നീങ്ങാൻ കരാറിൽ ഒപ്പിട്ടു എന്നായിരുന്നു ഇടത് സർക്കാരിന്റെ വാദം. കഴിഞ്ഞ ഒക്ടോബറിൽ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ 92.41 കോടി രൂപ നൽകിയതൊഴിച്ചാൽ കേന്ദ്രം പിന്നീട് ഒരു തുകയും അനുവദിച്ചില്ല. 2026-27 അധ്യയന വർഷം SSKയ്ക്കുള്ള 440 കോടി രൂപയുടെ കേന്ദ്രവിഹിതം ലഭിക്കണമെങ്കിൽ PM ശ്രീ നടപ്പാക്കണം എന്നതാണ് UDF സർക്കാരിന് മുന്നിലെ ഇപ്പോഴത്തെ വെല്ലുവിളി. പദ്ധതി മരവിപ്പിക്കാൻ LDF സർക്കാർ കത്തയച്ചുവെങ്കിലും ധാരണാപത്രത്തിലെ വ്യവസ്ഥയനുസരിച്ച് കേന്ദ്രം സമ്മതിച്ചെങ്കിലേ പിന്മാറാനാകൂ. 2020 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി 2022 സെപ്റ്റംബർ 7 അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. രാജ്യത്തെ 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തുകയാണ് ലക്ഷ്യം. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളെ ഇതിനായി തെരഞ്ഞെടുക്കും. 27,360 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുക, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഇവയെല്ലാം 2020 NEP-യോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ടോയ്ലറ്റ് വീതമെങ്കിലും ഉണ്ടാകണം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി റാമ്പുകൾ തുടങ്ങിയ മാനദണ്ഡങ്ങൾ സ്കൂളുകൾക്ക് നിർദ്ദേശിച്ചിരുന്നു. ഇവ പ്രകാരമുള്ള ചാലഞ്ച് മോഡ് വഴിയാണ് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത്. കുട്ടികളുടെ പഠന നിലവാരം, അധ്യാപകർ തുടങ്ങിയത് അടക്കമുള്ള മറ്റ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്കോറുകളും ഏർപ്പെടുത്തി. നഗരപ്രദേശങ്ങളിൽ 70%, ഗ്രാമപ്രദേശങ്ങളിൽ 60% സ്കോർ ലഭിച്ചാൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാകും. പദ്ധതിയുടെ നടത്തിപ്പിന് 60-40 എന്ന അനുപാതത്തിലായിരിക്കും ഫണ്ട് അനുവദിക്കുക. അതായത് 60% കേന്ദ്രവും 40% സംസ്ഥാനവും നൽകണം. ഒരു സ്കൂളിന് പരമാവധി ലഭിക്കുക 1.13 കോടി രൂപയായിരിക്കും.
ഈ സ്കൂളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയും സ്കൂളിന്റെ പേരിന് മുന്നിലായി PM ശ്രീ എന്ന് ചേർക്കുകയും പ്രധാനമന്ത്രിയുടെ ചിത്രം പതിക്കുകയും വേണം. സ്കൂളുകളിൽ സംസ്ഥാന സിലബസ് ആയിരിക്കില്ല, NCERT സിലബസ് ആയിരിക്കും നടപ്പിലാക്കുക. ശാസ്ത്ര വിഷയങ്ങൾ, കല, സ്പോർട്സ് എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകും. ഗ്രൗണ്ട് അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. സയൻസ് സർക്കിൾ, ഗണിത സർക്കിൾ തുടങ്ങിയവ നടപ്പാക്കും. കൃഷിയുടെ പ്രോത്സാഹനത്തിനായി ഹരിത വിദ്യാലയവും പരിസ്ഥിതി ജലസംരക്ഷണം തുടങ്ങിയവയ്ക്കായുള്ള പാഠ്യ പരിപാടികൾ എന്നിവ നടപ്പിലാക്കും തുടങ്ങിയവയായിരുന്നു വാഗ്ദാനങ്ങൾ. NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫ്രെയിം വർക്കിലുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതു പാർട്ടികൾ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തിയിരുന്നു. NCERT സിലബസിൽ കേന്ദ്ര സർക്കാർ പലപ്പോഴായി കൊണ്ടുവന്ന മാറ്റങ്ങൾ RSS താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ളതായിരുന്നു എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്ന സമീപനമാണിതെന്നും വിമർശനം ഉയർന്നു. പദ്ധതിയിൽ ചേരണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതായുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നയം ഏറെക്കുറെ നടപ്പാക്കിയിരുന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വവൽക്കരിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യം എന്ന വിമർശനം ഇടതു പാർട്ടികളാണ് പ്രധാനമായും ഉയർത്തിയത്. വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരണവും വർഗീയവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും ഇടതുപക്ഷം നിലപാടെടുത്തു. 1986 വിദ്യാഭ്യാസ നയം പൊളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ 2020 NEP അവതരിപ്പിച്ചത്. പുതിയ നയത്തിലെ ഹിന്ദിക്കും സംസ്കൃതത്തിനും പ്രാധാന്യം നൽകുന്ന ത്രിഭാഷാ നയത്തിനെതിരെയാണ് തമിഴ്നാട് രംഗത്തെത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഹിന്ദുത്വ നയമാണ് ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് തമിഴ്നാട് ആരോപിച്ചു. പദ്ധതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട്. SSK ഫണ്ട് അടക്കം 1500 കോടി രൂപയോളം പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും ഫണ്ട് പാഴാക്കാൻ കഴിയാത്തതിനാലാണ് ഒപ്പുവെച്ചതെന്നുമായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നൽകിയ വിശദീകരണം. ഈ ഫണ്ടുകൾ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനാൽ ഉടൻ ലഭിക്കുമെന്നും മന്ത്രി അവകാശപ്പെട്ടിരുന്നു. ഫണ്ടുകൾ ലഭിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ NEP ഫ്രെയിം വർക്കിന് ഉള്ളിലുള്ള PM ശ്രീയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ NEP നടപ്പാക്കേണ്ടി വരും. അത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയുമെന്നതാണ് പ്രധാന ചോദ്യം. പദ്ധതി നടപ്പാക്കാനുള്ള ന്യായമായി V ശിവൻകുട്ടി പറഞ്ഞത് ഇതാണ്: 1466 കോടി രൂപ എന്തിന് വെറുതെ കളയണം? അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് എതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. CPIക്ക് എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല. കൃഷി, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലേ, മന്ത്രി വാദിച്ചു. PM ശ്രീ ഒരു CPM CPI തർക്കമല്ലെന്നും ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായ വിട്ടുവീഴ്ച പാടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെ ഒരു പദ്ധതിയിൽ പങ്കാളിയാകുന്നത് ഇടത് സർക്കാരിന് ഭൂഷണമല്ല. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും. ബംഗാളിൽ വികസന പദ്ധതിക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് CPM എന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. RSS തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടത് സർക്കാർ ബലി കഴിക്കരുതെന്ന് CPI മുഖപത്രത്തിൽ ലേഖനവും വന്നിരുന്നു. ഇത് CPMനെയും പിണറായി സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു. CPI നിലപാട് ഘടിപ്പിച്ചതോടെ PM ശ്രീ സ്കൂൾ നടപ്പാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ അറിയിക്കുകയായിരുന്നു. പിന്നീട് CPIയുടെ എതിർപ്പ് അവഗണിക്കാനാവില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പറയുകയുണ്ടായി. മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ മുന്നോട്ട് പോകൂ എന്നായിരുന്നു ബേബിയുടെയും വാദം. എന്നാൽ ഇതെല്ലാം മറികടന്ന് PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചു. പിന്നീട് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയേണ്ടി വരുന്നു. ഇതായിരുന്നു പിന്നീട് സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാരിന് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഉള്ളത്? അവർ പദ്ധതിയുമായി സഹകരിക്കുമോ, മുന്നോട്ട് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും സംസ്ഥാനത്തിന് ഭൂഷണമല്ലാത്ത രീതിയിലേക്ക് പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ VD സതീശൻ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകും. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയായിരുന്നു ഇതിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ. ഇതിനു പുറമെ സ്കൂളിന്റെ ഘടനയിലും മാറ്റമുണ്ടാകും. കേന്ദ്ര നിയമമനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം.
3 മുതൽ 5ാം ക്ലാസ് വരെ 2ാം ഘട്ടം, 6 മുതൽ 8 വരെ 3ാം ഘട്ടം, 9 മുതൽ 12ാം ക്ലാസ് വരെ 4ാം ഘട്ടം, 5+3+3+4 എന്ന രീതിയാണ് കേന്ദ്ര നയത്തിൽ പറയുന്നത്. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല. UDF-നോട് ചേർന്ന് നിൽക്കുന്ന ലീഗ് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. പഴയ മുസ്ലിം ലീഗ് അല്ല ഇന്നത്തെ ലീഗ്. അവർക്ക് BJP-യോട് ഇപ്പോൾ അത്ര വലിയ തൊട്ടുകൂടായ്മയൊന്നുമില്ല. സംസ്ഥാനത്തിന്റെ വികസനം ഉറപ്പാക്കുകയാണ് പുതിയ ലീഗിന്റെ ലക്ഷ്യം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. 10 വർഷത്തിലധികമായി അധികാരത്തിന് പുറത്തിരുന്ന ശേഷമാണ് ലീഗ് ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയം കളിക്കുന്നതിനോട് താല്പര്യമുണ്ടാകില്ല. സംസ്ഥാനത്തിന്റെ വിശാല ലക്ഷ്യം മുൻനിർത്തി ഉപാധികളോടെ PM ശ്രീ നടപ്പാക്കാനായിരിക്കും ലീഗും ഒരുപക്ഷെ താല്പര്യപ്പെടുക എന്നുള്ള തരത്തിൽ ചില വാദങ്ങളൊക്കെ ഉയർന്നു വരുന്നു. എന്തായാലും അത് കണ്ടറിയണം. പക്ഷേ ഇത് സംസ്ഥാനത്തിന്റെ അധികാരം കവരാനും പാഠ്യപദ്ധതികളിലൂടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് RSS ആശയം പ്രചരിപ്പിക്കാനുമുള്ള നീക്കമാണെങ്കിൽ അതിന് കൈകൊടുക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നതെങ്കിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ലീഗിനും പിന്നെ ഇതൊരു വയ്യാവേലിയായി മാറും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.